ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ചേച്ചി ഡോക്ടർ സെലക്ട് ചെയ്തിരിക്കുന്ന സാരി നന്നായിരിക്കുന്നു അല്ലേ? വെരി നൈസ്. താങ്ക് യു. സാരി സെലക്ട് ചെയ്യാൻ ഡോക്ടർ മിസ്സിസിനെ കൊണ്ടുവന്നില്ലേ? മിസ്സിസോ? എനിക്കൊരു അനിയത്തിയുണ്ട്, രാധ. നാളെ അവളുടെ പിറന്നാളാണ്. ഈ സാരി അവൾക്കുള്ള പിറന്നാൾ സമ്മാനമാണ്. ഈ സാരിക്ക് എന്ത് വിലയെന്നാ പറഞ്ഞത്? 650 രൂപ. 650 രൂപയോ? 150 രൂപയ്ക്ക് ഒരു സാരി കാണിച്ചില്ലേ? എനിക്കത് മതി. അത് തന്നെ പാക്ക് ചെയ്തേക്കും. ഡോക്ടർ, ഈ 650 രൂപയുടെ സാരിയല്ലേ നല്ലത്? വിലയും വളരെ നന്നായിരിക്കുന്നു. ശ്രീദേവിയുടെ ക്ഷീണമൊക്കെ മാറിയോ? ഞാൻ വരട്ടെ. ഡോക്ടർ സുരേഷിന്റെ വീടല്ലേ? എന്റെ ചേട്ടനാണെന്ന് വിചാരിച്ച? അതെ. ചേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നില്ലല്ലോ? ഇല്ലേ, ഞാൻ രാധയെ കാണാനാ വന്നത്. എന്നെ കാണാനോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ മുല്ലശ്ശേരിയിലെ വിശ്വനാഥിന്റെ മകളാണ്, ശ്രീദേവി. ഡോക്ടർ ജൗളിക്കടയിൽ വെച്ച് കണ്ടപ്പോൾ രാധയുടെ പിറന്നാളാണെന്ന് അറിഞ്ഞു. എനിക്ക് രാധയെ ഒന്ന് കാണണമെന്ന് തോന്നി. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. രാധ എന്നെ അവിടെ തന്നെ നിൽക്കുന്നത്. നീ വരൂ. രാധേ, എന്താ വല്ലാതെ നിൽക്കുന്നത്? വരൂ, ഇവിടെ വന്നിരിക്കൂ. അയ്യോ, എന്ത് പറ്റി? കാല് മടങ്ങിയോ? സുന്ദരി പെണ്ണ്, പക്ഷേ കാലും ഞൊണ്ടിച്ചു. അങ്ങനൊന്നും പറയരുത്. ഇതൊന്നും നമ്മളാരും മനഃപൂർവ്വം വരുത്തുന്നതല്ലല്ലോ. രാധയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന പിറന്നാൾ സമ്മാനം. അയ്യോ, ഇതൊന്നും വേണ്ട. ചേട്ടൻ എന്നെ വഴക്ക് പറയും. എനിക്ക് വേണ്ട ചേച്ചി. രാധയോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാനിത് കൊണ്ടുവന്നത്. രാധ ഇത് വാങ്ങാതിരിക്കരുത്. ചേട്ടനൊന്നും പറയില്ല, പ്ലീസ്. ഇവിടെ ആരെങ്കിലും വന്നാൽ ഈ വരാന്തയിലേക്ക് പോലും ഞാൻ വരാത്തതാണ്. സംസാരിക്കാനോ പരിചയപ്പെടാനോ നിൽക്കാറില്ല. പക്ഷെ ചേച്ചിയെ കണ്ടപ്പോൾ എനിക്കെന്തോ അകന്നു മാറിപ്പോവാൻ തോന്നുന്നില്ല. മോളെ, ഇതാരാണ്? അമ്മേ, ഇതാണ് മുല്ലശ്ശേരിയിലെ ശ്രീദേവി ചേച്ചി. മുഖത്തിന് യോജിച്ച പേര് തന്നെ. അമ്മേ, ഇത് ചേച്ചി എനിക്ക് കൊണ്ടുതന്ന പിറന്നാൾ സമ്മാനമാ. എന്തിനാ മോളെ ഇതൊക്കെ കൊണ്ടുവന്നത്? ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ അമ്മേ. അമ്മ ഒന്നും പറയരുത്. അമ്മ ചേച്ചിക്ക് പ്രസാദം കൊടുത്തില്ലല്ലോ. എന്നാ ഞാൻ പോട്ടെ. ആ, ചേട്ടൻ വരെ പോവുകയാണോ? കാപ്പി കുടിച്ചിട്ട് പോകാം. ഇനി ഒരു ദിവസം ആകാം. നേരെ ഒരുപാടായില്ലേ. അച്ഛൻ കാത്തിരിക്കും. ചേച്ചി തീർച്ചയായും വരണം. ശരി. എക്സ്ക്യൂസ് മീ. വരൂ, അകത്തേക്ക് പോവാം. താങ്ക്സ്. ഞാനിത് ശ്രീദേവിക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. എന്താ ഡോക്ടർ ഇത്? ശ്രീദേവി എന്റെ അനുജത്തിക്ക് ഒരു സാരി കൊടുത്തില്ലേ? അതെ, ഞാനത് രാധയ്ക്ക് പിറന്നാൾ സമ്മാനമായി കൊടുത്താണ്. അതോ ചികിത്സിച്ച ഡോക്ടർക്കുള്ള പ്രതിഫലമായിരുന്നു? ഡോക്ടർ, ഞാൻ രാധയോട് കാണിച്ച സ്നേഹം ഡോക്ടർ ഇത്ര ക്രൂരമായി തെറ്റിദ്ധരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ സാരി തിരിച്ചു വാങ്ങി ആ പാവം പെൺകുട്ടിയെ കൂടി വേദനിപ്പിക്കണമായിരുന്നു. ഇത് ഞാൻ വാങ്ങില്ല ഡോക്ടർ. വേണമെങ്കിൽ അത് നശിപ്പിച്ചു കളഞ്ഞേക്കൂ. ഞാനൊരു ഡോക്ടർ ആയതിനു ശേഷം ആരുടെയും സൗജന്യം ഇതുവരെ വാങ്ങിയിട്ടില്ല. എന്റെ സഹോദരിയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിനെതിരായി സംഭവിച്ചപ്പോ അത് തിരുത്തണമെന്ന് എനിക്ക് തോന്നി. രാധ വേദനിക്കരുതെന്ന് കരുതി ഞാൻ മറ്റൊരു സാരി വാങ്ങി. അതാണിത്.
ശ്രീദേവിയും ഇതൊരു സമ്മാനമായി സ്വീകരിക്കൂ പ്ലീസ്. ഡോക്ടർ വീട്ടിലേക്കാണോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, എന്റെ വീടിന്റെ അടുത്താണല്ലോ, ഞാൻ നടന്നു പൊയ്ക്കൊള്ളാം. ഇതൊന്നിനുള്ള പ്രതിഫലമല്ല, തിരിച്ചു തരികയും വേണ്ട. കാറി കയറും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇവിടെ? എനിക്ക് ഡോക്ടറോട് പേഴ്സണലായ ചില കാര്യങ്ങൾ സംസാരിക്കണം. എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. കടലിലെ കൂടിളക്കം പോലെയാണ് എന്റെ മനസ്സ്. ശ്രീദേവിക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്ര പെട്ടെന്ന് ഇത് പറയേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്റെ ജീവിതത്തിൽ ഇനി മറ്റൊരാളുടെ ഭാര്യയാകാൻ എനിക്കാവില്ല. അതിന്റെ അർത്ഥം? എനിക്ക് ഡോക്ടറെ ഇഷ്ടമാണ്. ശ്രീദേവി പെട്ടെന്ന് ഈ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എന്നെക്കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഞാൻ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഈ തീരുമാനം പെട്ടെന്നെടുത്തതുമല്ല. ഇല്ല ശ്രീദേവി, എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. കിടപ്പാടം പോലുമില്ലാത്ത ഒരു അധ്യാപകന്റെ മകനാണ് ഞാൻ. അമ്മയുടെ കണ്ണീരും കഷ്ടപ്പാടുമാണ് എന്നെ ഒരു ഡോക്ടറാക്കിയത്. എനിക്കുള്ള സമ്പാദ്യം പ്രായമായ അമ്മയും കാലിന് സ്വാധീനമില്ലാത്ത ഒരു അന്ത്യത്തെയും മാത്രമാണ്. ഞാൻ വിവാഹിതനായാൽ എന്റെ കൊച്ചനുജത്തിയോടുള്ള സ്നേഹം നഷ്ടപ്പെടുമോ എന്ന് പോലും എനിക്ക് ഭയമാണ്. ഡോക്ടറുടെ അനിയത്തി എന്നും എന്റെയും അനിയത്തിയായിരിക്കും. ശ്രീദേവിയെ മനസ്സാൽ വരിക്കാൻ പോലും അർഹത എനിക്കില്ല. എന്റെ ദുഃഖങ്ങളിലേക്ക് ഞാൻ ഒരിക്കലും ശ്രീദേവിയെ ക്ഷണിക്കില്ല. ക്ഷണിക്കാതെ തന്നെ എല്ലാ ദുഃഖങ്ങളും സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ്. അതിന് ചേട്ടൻ എന്നെ അനുവദിച്ചാൽ മാത്രം മതി. എനിക്ക് തോമസ് ചേട്ടനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. നമ്മൾ രണ്ടുപേരും രണ്ട് ജാതിക്കാരല്ലേ സുഹേ? നമ്മൾ രണ്ടുപേരും ഈ ആശുപത്രി പണിക്കാരല്ലയോ? നീ ആണെങ്കിൽ പ്രശസ്തയായ ഒരു തൂപ്പ്കാരി, ഞാനാണ് പ്രശസ്തനായ ഒരു അറ്റൻഡ്. തന്നെയുമല്ല, ഈ ആശുപത്രി വരുന്ന രോഗികൾക്കും രോഗത്തിനും വല്ല ജാതി വ്യത്യാസമുണ്ടോ? അല്ല, ഇനി ജാതി നോക്കിയാണോ രോഗങ്ങളെല്ലാം അവരെ കയറി പിടിക്കുന്നത്? അതിന് രോഗമാണോ തോമസ് ചേട്ടാ? നമ്മൾ രോഗികളാണോ തോമസ് ചേട്ടാ? പക്ഷേ നമ്മൾ രോഗികളെ അല്ല, താമസിയാതെ രോഗികളാകും. എന്റെ സുഭാഷിണി, വൈദ്യശാസ്ത്രത്തിന് പോലും പിടികിട്ടാത്തൊരു രോഗമല്ലയോ നമ്മളുടെ പ്രേമാകുല ഫിലാഡൽഫിയ. എന്തോന്നാ? അതിനെപ്പറ്റി എനിക്കും വലിയ വിവരമില്ല. ഇതിനൊരൊറ്റ നിവാരണ മാർഗമേ ഉള്ളൂ.
പിടിക്കുന്നതിനെയും കൊണ്ടുപോവുക. നമ്മുടെ ഹാർട്ട് അറ്റാക്കും ബ്ലഡ് ക്യാൻസറും ഒക്കെ അങ്ങനെ പിടിക്കുന്നവരെയും കൊണ്ടങ്ങ് പോവും. പിടിക്കുന്നതൊക്കെ കൊള്ളാം, എന്നെയും കൊണ്ടുപോകുമോ? പിന്നെ തീർച്ചയായും. നിന്റെ ഈ സുഭാഷിതം കേൾക്കാനല്ലേ എന്റെ ഈ ജന്മം തന്നെ. അപ്പൊ എന്റെ ജന്മമോ എങ്ങനെ? വീണ്ടും വന്നോ അങ്ങനെ? ഇതേ എനിക്ക് ഈ സുഭാഷിതം ഒന്നും കേൾക്കണ്ട. തൽക്കാലം ഒരു ബെഡ് മതി. എന്റെ പൊന്ന് രാഘവൻ ചേട്ടാ, ഈ വിവരം പുറത്ത് ആരോടും പറയല്ലേ. ഞാൻ ഡോക്ടറോട് പറഞ്ഞ് രാഘവൻ ചേട്ടന് 1 അല്ല 10 ബെഡ് ഞാൻ ശരിയാക്കി തരാം. വാക്കാണല്ലോ. ആ വാക്കാണ്. ഓ അപ്പൊ ഞാൻ പോണോ? ഓ സുഭാഷിണി. അപ്പൊ ഇതെങ്ങനാ? ഇത് അങ്ങനെ. എന്താ ഏട്ടാ? അമ്മ എവിടെ? എന്താ മോനെ? ഇപ്പൊ രണ്ടുപേർക്കും തൃപ്തിയായല്ലോ. രണ്ടുപേരും കൂടി മനുഷ്യനെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? നിന്റെ സൗകര്യം കെടുത്താൻ ഇവിടെ പോയി എന്തുണ്ടായി? എന്തുണ്ടാകാനാ? നമ്മൾ ഒന്നും അറിയാത്തവർ നിൽക്കുന്ന കണ്ടില്ലേ? ഈ ചേട്ടൻ ഇന്നെന്താ? ഞാനൊന്നും ചെയ്തില്ലമ്മേ. ചേട്ടൻ ഇന്ന് ഇടത്തൂടായിരിക്കും എഴുന്നേറ്റത്. നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? നീയല്ലേ പറഞ്ഞത് ആ ശ്രീദേവിയെ നിന്റെ ചേട്ടത്തിയെ കൊണ്ടുവരണമെന്ന്? അമ്മ അതിനെ കൂട്ടി നിൽക്കുകയും ചെയ്തു. അവളുടെ ആഗ്രഹം അങ്ങ് പറഞ്ഞു പോയി മോനെ. എനിക്കും തോന്നി അത് നല്ലതാണ്. ഞങ്ങൾ പിന്നെ നിന്നോടല്ലാതെ മറ്റാരോട് പറയാനാ മോനെ? എന്നാലേ ഞാനതങ്ങ് നടത്താൻ പോവുക. ശ്രീദേവിയെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സത്യമാണോ ചേട്ടാ? ആ ശ്രീദേവി, മോളെ ശ്രീദേവി. മോളെ നിന്റെ പേരെന്താ? എന്റെ അച്ഛനും അമ്മയുമായ ഈ അച്ഛൻ വിളിക്കുന്നത് ഗീതമോളെ. മനസ്സിലായോ? ഞാൻ വിളിച്ചത് ആ പേരല്ല. എനിക്ക് നിന്നേക്കാൾ അനുസരണയുള്ള വേറെ മോളുണ്ട്, അവളെ വിളിച്ചു. എനിക്കും ഉണ്ട് അനുസരണ കേട്ടോ. ആരാ ചെയ്ത്? ആരാ ചെയ്ത്? ഇതാണ് നിന്റെ ചേച്ചിയെ വിവാഹം കഴിക്കാൻ പോകുന്ന മിസ്റ്റർ മോഹൻദാസ്. എന്താ നിനക്ക് ഇഷ്ടമായോ? ഓ എനിക്കിഷ്ടമായിട്ട് എന്താ? ചേച്ചിയല്ലേ പിടിക്കേണ്ടത്. അതാ ചേച്ചി വരും. അച്ഛൻ തന്നെ ചോദിച്ചു. അച്ഛനെ വിളിച്ചു. ആ വിളിച്ചു മോളെ. മോളി ഫോട്ടോ ഉണ്ടോ? മോഹൻദാസ് എന്നാണ് പേര്. ഗ്രീൻലാൻഡ് എസ്റ്റേറ്റിന്റെ ഉടമയാണ്. ലക്ഷപ്രഭുവാണ്. അച്ഛന്റെ ഏറ്റവും വലിയ സുഹൃത്തിന്റെ മകനാണ്. എന്റെ മോക്ക് അനുയോജ്യനായ വരൻ. നമുക്ക് വിവാഹം ഉടനെ നടത്തണം മോളെ. ഇപ്പൊ എനിക്ക് വിവാഹം വേണ്ട അച്ഛാ. എനിക്കറിയാം മോളെ, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അച്ഛനെല്ലാം നഷ്ടപ്പെടുകയാണ്. അത് എന്നേക്കാൾ കൂടുതൽ നിശ്ചയം എന്റെ മകൾക്കാണ്. അതുകൊണ്ട് വിവാഹം വേണ്ടെന്ന് നീ പറയൂ. പക്ഷേ പ്രായമായ ഒരു മകളെ അനുയോജ്യനായ ഭർത്താവിന്റെ കൂടെ വിവാഹം ചെയ്യിച്ച് അയക്കേണ്ട കടമ അച്ഛനുള്ളതാണ്. എന്റെ വിവാഹത്തിന്റെ കാര്യമല്ലേ? അച്ഛൻ എന്നോടുകൂടി ഒന്ന് ആലോചിക്കാമായിരുന്നു. നമ്മൾ ഇതുവരെ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അച്ഛനോട് ഞാനിത് എങ്ങനെ പറയും? അമ്മയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമായിരുന്നു. മോളെ, അമ്മയില്ലാത്തതിന്റെ കുറവ് നിങ്ങളെ ഞാൻ ഒരിക്കലും അറിയിച്ചിട്ടില്ലല്ലോ. എന്ത് കാര്യമാണെങ്കിലും എന്റെ മോക്ക് അച്ഛനോട് തുറന്നു പറയാം. പറയാം അച്ഛ. എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന എന്റെ അച്ഛനോട് ഞാൻ എല്ലാം പറയാം. എനിക്കൊരാളെ ഇഷ്ടമാണ്. മോഹൻദാസിനേക്കാൾ ഉന്നതനായ ഒരു വരനെ നീ കണ്ടുപിടിച്ചെന്നോ? ആരാണത്? ഡോക്ടർ സുരേഷ്. മോളെ, അയാൾ നിന്നെ ഒന്ന് ചികിത്സിച്ചു എന്ന് വിചാരിച്ച് പ്രതിഫലമായി കൊടുക്കുന്ന നീ നിന്നെ തന്നെയാണോ? പണമുണ്ടെന്നറിഞ്ഞ് സ്നേഹിക്കാൻ എടുക്കുന്ന ഇവനൊന്നും വിശ്വസിക്കരുത് മോളെ. പണത്തിന് വേണ്ടിയല്ല അച്ഛ അദ്ദേഹം എന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. അതൊക്കെ നിന്റെ തോന്നലാണ് മോളെ. അല്ലെങ്കിൽ ഞാനെന്താ നിന്നെ വെറുതെ കുറ്റപ്പെടുത്തുന്നത്? എല്ലാത്തിനും കാരണക്കാൻ അവൻ ഒറ്റയൊരുത്തനാ. അവൻ ഡോക്ടറാണ് പോലും ഡോക്ടർ. ഒരു പൈസയ്ക്ക് പോലും ഗതിയില്ലാത്തവൻ. എല്ലാവരിലും വലിയവനായ എന്റെ അച്ഛൻ എന്താണ് സമനില വിട്ട് സംസാരിക്കുന്നത്? എന്റെ ഭർത്താവാകാൻ ഡോക്ടർ സുരേഷ് യോഗ്യനാണ് അച്ഛൻ. അച്ഛൻ അദ്ദേഹത്തെ നിന്ദിക്കരുത്. മോളെ ശ്രീദേവി, ഇതൊരു നിസ്സാര കാര്യമല്ല. ആയുഷ്കാലം മുഴുവൻ നിലനിൽക്കേണ്ട ബന്ധമാണ്. നല്ലതുപോലെ ആലോചിച്ച് തീരുമാനമെടുക്കും. എല്ലാം ആലോചിച്ച് കഴിഞ്ഞതാണ്. അദ്ദേഹത്തെ ആദ്യമായി കണ്ട നിമിഷം തന്നെ ഞാൻ മനസ്സാ സ്വീകരിച്ചതാണ്.
എനിക്ക് മനസാക്ഷിയെ വഞ്ചിച്ച് ജീവിക്കാൻ പ്രയാസമാണ് അച്ഛ. അച്ഛന് ഇഷ്ടമുണ്ടെങ്കിൽ ഈ വിവാഹം നടത്തിത്തരും. ഹലോ, ആ അതെ, ആരാണ് സംസാരിക്കുന്നത്? ഓ ഉണ്ട്, ചേട്ടനെ വിളിക്കാം. ചേട്ടാ, മുല്ലശ്ശേരിന്ന് ശ്രീദേവി ചേച്ചിയുടെ അച്ഛൻ വിളിക്കുന്നു. ഹലോ, ഞാൻ ഡോക്ടർ സുരേഷാണ് സംസാരിക്കുന്നത്. ഞാൻ വൈകുന്നേരം 6 മണിക്ക് വരാം. ശരി, എന്നാൽ കാലത്ത് 10 മണിക്ക് തന്നെ വന്നേക്കാം. റൈറ്റ്. എന്തിനാ ചേട്ടാ വിളിച്ചത്? ഏതോ ഒരു അത്യാവശ്യ കാര്യം അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ടെന്ന്. എന്താ മോനെ എത്ര അത്യാവശ്യം? അമ്മേ, എനിക്കറിയാം. ഞാൻ പറയട്ടെ? എന്താ? ചേട്ടന്റെ കല്യാണ കാര്യം. ശരിയാണോ മോനെ? ഇതെങ്കിലും നടക്കുമോ? ഇവക്ക് വേറെ ജോലിയില്ല, കാര്യമൊന്നും പറഞ്ഞില്ല. നാളെ ചേട്ടനെ ഞാൻ ഡ്രസ് ചെയ്യിച്ചോളാം. നല്ല സിംപിളനായിട്ട് വേണം പോകാൻ. എല്ലാരും കൂടി എന്നെ ഒരു കാഴ്ച വസ്തുവാക്കുമെന്ന് തോന്നുന്നല്ലോ.